മോഡലിംഗിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തുന്ന സംഘത്തിന് പിന്നിൽ ആരാണ്? ആ റാക്കറ്റിനെ നിയന്ത്രിക്കുന്നതും സഹായമൊരുക്കുന്നതും ഗുണ്ടാ സംഘങ്ങളാണോ? ഇരകളെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ഗുണ്ടാ നേതാവിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കേസ് അട്ടിമറിക്കാനും പരാതിക്കാരിയെ പിന്തിരിപ്പിക്കാനും ഗുണ്ടാ സംഘങ്ങളുടെ സഹായം തേടിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. വിദേശത്തേക്ക് കടന്ന കേസിലെ പ്രധാന പ്രതികളെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ പരാതി നൽകിയതിന് പിന്നാലെ യുവതിക്ക് നേരെ വധഭീഷണി അടക്കമുണ്ടായതായാണ് വിവരം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബ് പ്രതി അലീനയുടെ കൂട്ടാളിയാണ്. ഇയാളാണ് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത്. പരാതിയുമായി മുന്നോട്ടു പോയാൽ ജീവിതം തന്നെ അപായപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ഇവർ പരാതി നൽകുന്നത്. പ്രതികളുടെ ഗുണ്ടാബന്ധങ്ങൾ നേരത്തെ തന്നെ ഭീഷണി സന്ദേശങ്ങളായി പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് രേഖാമൂലം പരാതി പോലീസിന് ലഭിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ട നിരവധി പ്രധാന സൂത്രധാരന്മാർ നിലവിൽ വിദേശത്താണുള്ളത്. ഇവരെ ഇന്റർപോളിന്റെ അടക്കം സഹായത്തോടെ നാട്ടിലെത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അടക്കമുള്ള നിയമ നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട്. വിദേശത്തുള്ള പ്രതികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ആ കേസിൽ നമുക്ക് എവിഡൻസ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞതാണ്. മറ്റേ 2 ആൾക്കാർ പുറത്തുമുണ്ട്. സോ അവരെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ അവരും ദേ ആർ ഓൾസോ ട്രൈങ് ടു കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അത് അവരുടെ ഭാഗമായിട്ട് പറയരുതാണ്. ബട്ട് അന്വേഷണത്തിന് അത് ഒരിക്കലും ബാധിക്കില്ല. സോ അത് ഡിസ്റ്റർബ് ചെയ്യാനുള്ള രീതിയിൽ ആരെങ്കിലും ത്രെട്ടൺ ആയിട്ടുള്ള രീതിയിൽ ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോയാൽ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. നിലവിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്വേഷണം വ്യാപിപ്പിക്കുന്നത് മോഡലിംഗ് രംഗത്ത് അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തുന്ന വൻ റാക്കറ്റാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയും നിലവിൽ നിരീക്ഷണത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയും കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ പെൺകുട്ടികൾ ഈ റാക്കറ്റിന്റെ ഇരകളായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.